എന്തൊക്കെ ചെയ്തിട്ടും വേര് പിടിക്കാത്ത ചെടികളുണ്ടോ നിങ്ങളുടെ കയ്യിൽ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെടിക്ക് വേര് പിടിച്ച് കിട്ടും. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്പ് മുറിച്ചെടുക്കുന്നതാണ്. കമ്പ് ഒരിക്കലും വട്ടം മുറിക്കാതെ ചെരിച്ച് മുറിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കമ്പ് ചെരിച്ച് മുറിക്കുന്ന സമയത്ത് അതിൻ്റെ ഏരിയ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കാനുള്ള ഏരിയ കൂടുതൽ കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. അപ്പോൾ അത് മനസ്സിലായല്ലോ. കമ്പ് ഒരിക്കലും വട്ടം മുറിക്കരുത്, ചെരിച്ച് വേണം മുറിക്കാൻ. ഇനി ഈ മുറിച്ചെടുത്ത പീസ് നമ്മൾ ഒരു കുപ്പി വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വേര് പിടിച്ച് കിട്ടും. ഒരു കുപ്പി എടുക്കുക, അതിനകത്ത് വെറുതെ നമ്മൾ സാധാ പച്ചവെള്ളം എടുക്കുക, എന്നിട്ട് ഈ കമ്പ് മുറിച്ച ഭാഗം വെള്ളത്തിൽ വരാൻ പാകത്തിന് വെച്ച് കഴിഞ്ഞാൽ വേര് പിടിച്ച് കിട്ടും. ഇനി മെലസ്റ്റോമ പോലെയുള്ള കുറച്ച് ചെടികളൊക്കെ അങ്ങനെ നമുക്ക് വേര് പിടിച്ച് കിട്ടാൻ പാടുണ്ടാവും. അങ്ങനത്തെ ചെടികൾ നമ്മൾ വേറെ രീതിയിൽ കെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കറ്റാർ വാഴ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, അതിലൊന്നാണ് കറ്റാർ വാഴ. ഈ കറ്റാർ വാഴ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറ്റാർ വാഴയുടെ ഇല എടുക്കുക, ആ ഇലയുടെ ഒരു പീസ്, ആ പീസിലേക്ക് ഈ നമ്മൾ മുറിച്ചെടുത്ത ചെടി ഉണ്ടല്ലോ, ആ ചെടിയുടെ കമ്പ് കുത്തി വെക്കുക. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഈ ചെടി എടുത്ത് നമുക്ക് മണ്ണിലേക്ക് നട്ടു കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുക്കുക, ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് കറ്റാർ വാഴയുടെ ജെല്ല് ഒഴിച്ചു കൊടുക്കുക. മേടിക്കുന്ന കറ്റാർ വാഴ ജെല്ലൊന്നും ഒഴിക്കരുത് കേട്ടോ, നമ്മുടെ കയ്യിലുള്ള സാധാ കറ്റാർ വാഴയുടെ ഇലയിൽ നിന്ന് എടുക്കുന്ന ജെല്ല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ മുറിച്ച് വച്ചേക്കുന്ന ചെടിയുടെ കമ്പിട്ട് കൊടുക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിനെന്തായാലും വേര് വരും. ഈ കറ്റാർ വാഴ പോലെ തന്നെ നമുക്ക് പുളി ഉപയോഗിക്കാൻ പറ്റും, തേൻ ഉപയോഗിക്കാം, തേങ്ങയുടെ വെള്ളം ഉപയോഗിക്കാം, തേങ്ങയുടെ ചിരട്ട ഉപയോഗിക്കാം, ചിരട്ട കരിയാക്കിയിട്ട് ആ കരി ഉപയോഗിക്കാം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വേര് പിടിപ്പിച്ച് കിട്ടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിനെ പറ്റിയിട്ടൊക്കെയുള്ള വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്